പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ അനഘയെ കാണാൻ വേണ്ടി ഡേവിഡും നാഗേന്ദ്രനും വന്നതായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ അനഘ എടുത്ത് നിന്നെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയും തോറും നമ്മൾ അനഘയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഇങ്ങനെ ഓരോന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അനഘ എടുത്ത് നിന്നെ ഞങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടുത്തി തരാമെന്നൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ അനഘയെ നോക്കാൻ നിൽക്കുന്ന ആ ഒരു ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്നൊക്കെ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ അടുത്ത് ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ ആരാന്നൊക്കെ. അങ്ങനെ നമ്മൾ അവരെ ആണെങ്കിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഡേവിഡ് ആണെങ്കിലും നാഗേന്ദ്രൻ ആണെങ്കിലും. അങ്ങനെ അവരവിടെ നിന്ന് പോയിട്ടാണെങ്കിൽ നമ്മൾ ആദർശിനെയും നയനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് കണക്ക് ഇവിടെ ആണെങ്കിൽ ആരോ രണ്ടുപേര് വന്നിട്ടുണ്ട്, അനഘയുടെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയാണെങ്കിലും ആദർശമാണെങ്കിലും വിളിച്ചതിന് ശേഷമാണെങ്കിൽ കുറച്ചൊക്കെ വണ്ടിയൊക്കെ സ്പീഡൊക്കെ കൂട്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഡേവിഡും അറിയാതെയാണ് നമ്മൾ ആദർശ് നയനെ അങ്ങോട്ട് വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ഡേവിഡ് ആണെങ്കിലും നാഗേന്ദ്രൻ ആണെങ്കിലും നമ്മൾ അനഘയടുത്ത് പറയുന്നുണ്ട് ശരി ഞങ്ങൾ ആരാണെന്ന് അറിയണ്ടേ, നിനക്കാണെങ്കിൽ ഞങ്ങൾ ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ, എന്തായാലും ഞങ്ങൾ ഇനി പറയാം സത്യം, ഇനി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇനി നീ ആരടുത്തും പറയാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ആരാന്ന് വെച്ചാൽ നിന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയ അബിയില്ലേ, അബിയുടെ അച്ഛനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നാഗേന്ദ്രൻ. അതിപ്പം ഇവിടെ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നീ ഇതിപ്പോൾ ആരടുത്തും പറയാനൊന്നും പോകത്തില്ലല്ലോ, നിന്നെ ഞങ്ങളങ്ങ് രക്ഷപ്പെടുത്തു അല്ലേ എന്നൊക്കെ നാഗേന്ദ്രൻ. ഇപ്പം ഞാൻ ഈ സത്യാവസ്ഥ നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ നിന്നെയൊക്കെ ഇനി ഇപ്പോൾ ആരടുത്തും പറയാൻ പറ്റത്തില്ലല്ലോ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അങ്ങനെ നീ അങ്ങ് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിനക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാഗേന്ദ്രൻ അനഘയടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ കാരണം നീ ഇനി സംസാരിച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും നവ്യ അറിയും, പക്ഷേ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ നവ്യ അതിപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ നാഗേന്ദ്രൻ അനഘയടുത്ത് പറഞ്ഞിട്ട് എന്തായാലും നവ്യ അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല, അതിനുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഇനി നീ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇനി മൊത്തത്തിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡേവിഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവളെ അങ്ങ് രക്ഷപ്പെടുത്തിടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളെ ഡേവിഡ് ആണെങ്കിൽ തലേണയൊക്കെ എടുത്തിട്ടാണെങ്കിൽ അനഘയുടെ മുഖത്തൊക്കെ വെച്ച് അമർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശ് നയനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് ആരാടാ നിങ്ങളതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല നിങ്ങൾക്ക് ഇവിടെ എന്താ അനഘയെ നിങ്ങൾ എന്തിനാ കൊല്ലുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആദർശ് ചോദിക്കുന്നുണ്ട് ഇതാര് ഡേവിഡ് സാറോ, ഡേവിഡ് സാർ എന്തിനാ അനഘയെ കൊല്ലാൻ നോക്കുന്നത്, നിങ്ങൾക്ക് എന്താ അനഘയായിട്ട് ബന്ധമെന്നൊക്കെ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല ഈ പാവം പിടിച്ചൊരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയ്ക്കും ദുഷ്ട മനസ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരു ജീവൻ ഇല്ലാതാക്കാനെന്നൊക്കെ. അപ്പോഴത്തേക്കാണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട് നിനക്കൊരു ഭാര്യ ഇരിക്കുക, പിന്നെ ആണെങ്കിൽ പിന്നെ ഒരു ഭാര്യയും ഒരു കൊച്ചുമൊക്കെ ഉള്ള കഥയൊക്കെ ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ഡേവിഡ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നത് അതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട് നീ ആണെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് പാവം പിടിച്ച് അബിയുടെ തലയിൽ കൊണ്ട് ഇട്ടിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ നമ്മൾ ആദർശ് ഡേവിഡിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നാഗേന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നാഗേന്ദ്രനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ആദർശനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അത് അബിയുടെ അച്ഛനാണെന്നുള്ള കാര്യം. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അബിയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അതേടാ ഞാൻ അബിയുടെ അച്ഛൻ തന്നെ, എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഞാനിവിടെ എത്തണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായി ഞങ്ങളാണെങ്കിൽ തിരഞ്ഞോണ്ട് നടന്ന ആ മറഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങളാണല്ലേ എന്നൊക്കെ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദർശ് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്തിനാ ഈ പാവം പിടിച്ച പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കുന്നത്, ഞങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ആ സമയത്താണ് നിങ്ങൾ വന്നിട്ട് നിങ്ങളെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം പിടിച്ച പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്നൊക്കെ ആദർശ് നാഗേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നു മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ അത്ര നല്ലതാണെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നണ്ടേന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പോകുന്നില്ല, എന്തായാലും പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ടാണ് നിങ്ങളെ ചോദ്യം ചെയ്തതിനൊക്കെ ശേഷം നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ആദർശാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ട അവസ്ഥയിലാണ് നമ്മൾ ഡേവിഡ് ആണെങ്കിലും നാഗേന്ദ്രൻ ആണെങ്കിലും. അങ്ങനെ അവർ പോകാൻ വേണ്ടിയൊക്കെ ഒരുപാട് ബലം പ്രയോഗിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നയനയാണെങ്കിലും ആദർശാണെങ്കിലും അതിന് സമ്മതിക്കുന്നതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പെട്ടൊരവസ്ഥയിൽ നമ്മൾ ഡേവിഡ് നാഗേന്ദ്രനൊക്കെ അവിടെ അകപ്പെട്ടു പോയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.